ദിലീപേട്ട ജനപ്രിയ നായക ജനമനസ്സുകളിലേക്ക് പിന്നെ എത്തിയ സന്തോഷമാണ് എല്ലാവർക്കും. തിയേറ്ററുകളിൽ ഇറങ്ങി എല്ലാവരോട് ചോദിച്ചപ്പോൾ ഞാൻ കിട്ടിയ റെസ്പോൺസ് ആണ് പഴയ ഒരു ദിലീപേട്ടനെ കാണാൻ സാധിച്ചു. ഹ്യൂമറുകൾ വീണ്ടും വീണ്ടും പൊട്ടിച്ചിരിപ്പിക്കുന്ന, അല്ലെങ്കിൽ ഫാമിലി ആയിട്ട് ആസ്വദിക്കുക, കുട്ടികളുമായിട്ട് വന്ന് ആസ്വദിച്ച് കണ്ടുപോകാൻ പറ്റുന്ന ഇതേപോലെ ഒരു സോളോ ഹിറ്റിന് വേണ്ടിയിട്ടാണ് കാത്തിരുന്നത്. അല്ല, ഹിറ്റുകൾ സംഭവിക്കുന്നതല്ലേ. നമ്മൾ ഓരോ സിനിമ ചെയ്യുമ്പോഴും എല്ലാവരും, എല്ലാ കലാകാരന്മാരും, എല്ലാ നിർമ്മാതാക്കളും, എല്ലാ സംവിധായകരും, എഴുത്തുകാരും ചേരുന്നത് ഈ സിനിമ ഹിറ്റാവും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ്. അതിൽ എത്ര സിനിമ ഹിറ്റാവും എന്നുള്ളതൊന്നും നമ്മുടെ കയ്യിലല്ല. അത് ദൈവാനുഗ്രഹവും അതുപോലെ നമ്മളുടെ സമയം, അതുപോലെ പ്രേക്ഷകരുടെ ഇഷ്ടം, ഇങ്ങനെ ഒരുപാട് ചേരുവകൾ കൂടുമ്പോൾ ആണ് നമുക്ക് വലിയൊരു ഹിറ്റ് കിട്ടുന്നത്. ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ വലിയൊരു ആ ചേരുവകളെല്ലാം കറക്റ്റായിട്ട് ഈ സിനിമക്ക് ഒത്തു കിട്ടി. അത് ഏറ്റവും വലിയ സന്തോഷം. ഞാൻ അഭിനയിച്ച 150ാമത്തെ സിനിമയ്ക്ക് തന്നെ അത് കിട്ടിയത് വലിയ സന്തോഷം. ദിലീപേട്ട അതുപോലെ ഈ സിനിമയെ കുറച്ച് പ്രകടനത്തിന് ഡയലോഗ് ഉണ്ട്, അതായത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേതായിരിക്കണം, മറ്റൊരാളുടേതാവരുത് എന്നുള്ളത്. ശരിക്കും സോഷ്യൽ മീഡിയയിലുള്ള ഒരാൾക്കും പ്രൈവസി ഇല്ല എന്ന് പറഞ്ഞല്ലോ, അത് തന്നെയാണോ ഇങ്ങനെ ഒരു ഡയലോഗ് ഇച്ചിരി ഇമോഷണലി പറയാനൊരു കാരണം? അല്ലെ, ഇമോഷണലി ശരിക്കും അത് പ്രിൻസ് എന്ന കഥാപാത്രം സംസാരിച്ചിരിക്കുന്നത്. ഈ സിനിമയ്ക്ക് ഉള്ളൊരു വലിയ പ്രസക്തി എന്ന് പറഞ്ഞാൽ ഇത് ഇന്നത്തെ അവസ്ഥകളിൽ അല്ലെങ്കിൽ ആനുകാലിക സംഭവവുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിഷയത്തെയാണ് ശരിക്കും പറഞ്ഞ ഈ കൊച്ചു സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. നമ്മളുടെ എല്ലാവരുടെയും ലൈഫിനെ, കാരണം നമ്മളെല്ലാവരും ഇന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സോഷ്യൽ മീഡിയയിൽ എനിക്ക് തോന്നുന്നു 95-99% ആൾക്കാരും അതിൽ സജീവമാണ്, അല്ലേ? അപ്പം അതിൽ എടുത്തു വെക്കുന്ന അഭിപ്രായങ്ങൾ സത്യസന്ധമാണ്. എല്ലാവർക്കും അഭിപ്രായങ്ങളുണ്ട്. ആ അഭിപ്രായങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മളുടെ അഭിപ്രായമാണ്. അത് വേറൊക്കെ അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ശരിയല്ല. കാരണം അത് ഒരാൾ ഒരു കാര്യം പറഞ്ഞാൽ അത് തന്നെയാണെന്ന് അങ്ങനെയല്ല. ഇപ്പം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും വിഭിന്ന അഭിപ്രായങ്ങളുണ്ടാവും ഒരു കാര്യങ്ങളെക്കുറിച്ച്, ഒരു കാര്യത്തെക്കുറിച്ച്. അപ്പം അതുപോലെ തന്നെ പക്ഷെ ഈ ഒരു സിനിമ ഗംഭീര വിജയമാക്കുന്നത് അതിലെ എല്ലാവരുടെ ടേസ്റ്റും എല്ലാവരുടെ അഭിപ്രായവും എല്ലാം ഒരേ പോയിന്റിലേക്ക് വരുമ്പോഴാണ് സൂപ്പറായിട്ട് കേട്ടോ, ഗംഭീരമായിട്ട് കേട്ടോ, നല്ലതാണെന്ന് പറയുന്നത്. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഭക്ഷണം പാചകം ചെയ്യുന്ന പോലെയാണ്. നമുക്ക് അറിഞ്ഞൂടെ ഇതിന്റെ ചേരുവകൾ നമ്മൾ ഉദ്ദേശിച്ചിടുന്നു, പക്ഷെ അത് ഭയങ്കര ടേസ്റ്റ് ആവുന്നു എന്ന് പറയുന്നത് പോലെ തന്നെയാണ് സിനിമയിൽ. ആ ചേരുവകളുടെ ഫോമിൽ നമുക്ക് അറിയയില്ല, അത് സംഭവിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ആ സിനിമ നല്ലതാണോ ചീത്തയാണോ എന്ന് പറയുന്നത് ഒരാളുടെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പൊ അതിനെക്കുറിച്ചാണ് ആ സിനിമ പറയാറ്. പിന്നെ എനിക്ക് എൻ്റെ അഭിപ്രായം പറയാം, ഇക്കയുടെ അഭിപ്രായം പറയാം. പക്ഷെ അത് മറ്റുള്ള ആൾക്കാരുടെ ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ ആവരുത് എന്നുള്ള ഒരു ഓർമ്മപ്പെടുത്തലാണ്. സത്യം പറഞ്ഞാൽ ഉർവശി ചേച്ചി ഇതിൽ ഒരു ക്യാമിയോ റോളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ ക്യാരക്ടറിന്റെ അത് പറയുന്നതിന്റെ പ്രസക്തി നമ്മുടെ ലൈഫിൽ വളരെ, അല്ലേ, എല്ലാവർക്കും തോന്നിയിട്ടുള്ള കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് അത് തിയേറ്ററിൽ അത്രയും കയ്യടി ഉണ്ടാക്കുന്നത്. അത് അതുപോലെ വാല്യൂ ഉള്ള, ഇന്ന് നമ്മളുടെ, എനിക്ക് തോന്നുന്നു നമ്മളുടെ ഇത്രയും കാലത്തെ സിനിമാ ജീവിതത്തിൽ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത നമ്മുടെ മലയാള സിനിമയുടെ, അത് ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ഒരു നായികയാണ് അത് സംസാരിക്കുന്നത്. അത്രയും വാല്യുബിൾ ആയിട്ടുള്ള ഒരാളായിരിക്കണം ആ വേഷം ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് അത് വന്നു നിന്നത്. ഉർവശി ചേച്ചിയിലാണ്. ഞങ്ങൾക്ക് വേറൊരു മുഖം ഞങ്ങളുടെ മുമ്പിൽ വന്നില്ല. ഞങ്ങൾ ഉർവശി ചേച്ചിയുടെ അടുത്താണ് പോയിട്ട് ചേച്ചി വേഷം ചെയ്യണം, കാരണം ഈ സിനിമയ്ക്ക് ചേച്ചിയുടെ ആവശ്യമാണ്. ചേച്ചിക്ക് ചിലപ്പോൾ ഈ സിനിമ ആവശ്യമില്ലായിരിക്കും, പക്ഷെ ഈ സിനിമയിൽ ഈ കാര്യം പറയേണ്ടത് ചേച്ചിയായിരിക്കും. കാരണം ഇപ്പൊ നമ്മൾ സംസാരിക്കുന്ന മീഡിയ സുഹൃത്തുക്കളോടാണ്. നിങ്ങൾക്ക് പോലും അതിനോട് ദേഷ്യം തോന്നിയില്ല. ഇപ്പൊ നിങ്ങളെല്ലാവരും ഓരോ ദിവസവും ക്യാമറയും മൈക്കുമായിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾ എത്ര പ്രഷറിലാണെന്ന് നമുക്കറിയാം. നിങ്ങളുടെ ടോപ്പ് ബോഡീസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന പ്രഷർ. അതുകൊണ്ടാണ് നമ്മൾക്ക് നിങ്ങളോട് ശത്രുതയോ അല്ലെങ്കിൽ നിങ്ങളോട് പരിഭവമൊന്നുമില്ല. സങ്കടമാണ്, അത് വേറെ വിഷയം. പക്ഷെ നിങ്ങളുടെ വിഷയങ്ങൾ, ഞാൻ നിങ്ങളിൽ ഒരാളെ പോലെ അഭിനയിച്ചൊരു സിനിമയാണ് സ്വന്തം ലേഖകൻ എന്ന് പറഞ്ഞ സൊലെ എന്ന് പറഞ്ഞ ചിത്രം. ആ സിനിമ ചെയ്യുമ്പോൾ ഒരു പത്രപ്രവർത്തകനോ ഒരു മാധ്യമ സുഹൃത്തോ എത്രത്തോളം അവനവന്റെ ലൈഫിൽ എടുക്കുന്ന സ്ട്രെസ്സും സ്ട്രെയിനും, നിങ്ങളെല്ലാവരും ഡിപ്രഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. കാരണം നിങ്ങൾക്ക് സത്യസന്ധമായി പറഞ്ഞാൽ രാവിലെ നിങ്ങൾ ജോലിക്ക് ഇറങ്ങുമ്പോൾ മുതൽ വൈകുന്നേരം വരെ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലെ കാര്യം പോലും മര്യാദയ്ക്ക് നോക്കാൻ പറ്റുന്നില്ല. ശരിയല്ലേ? അങ്ങനെ ഒരുപാട് പ്രഷറിലൂടെയാണ് എല്ലാവരും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ പറയുമ്പോൾ നമ്മൾ എന്തിലേക്ക് പോകുമ്പോഴും അതിൻ്റെ സത്യം എന്താണ് എന്നൊന്ന് അറിയണേ.
എന്നുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അറ്റത്തും വേറൊരാളുടെ ജീവിതമുണ്ട്, വേറൊരാളുടെ കുടുംബമുണ്ട് എന്നുള്ളതാണ്. അപ്പം അതിനെ അടിസ്ഥാനമാക്കിയാൽ പറയണത് അഭിപ്രായങ്ങൾ പറയാം, അതും നമ്മളുടേത് മാത്രമായിരിക്കണം എന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. അത് ഈ സിനിമയിലൂടെ നമുക്ക് പറയാൻ പറ്റില്ല. നമ്മളിപ്പോൾ ഇതൊരു അല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ഇത് വ്യക്തിപരമായിട്ടുള്ള ഒരു പിന്നെ അതിൻ്റെ ടാർഗറ്റ് ആവും, അതിൻ്റെ പ്രശ്നമാവാം. ഇത് സംസാരിച്ചിരിക്കുന്നത് ഈ സിനിമയിലെ ഈ കഥയിലെ കഥാപാത്രമാണ്. ഇപ്പൊ അതുപോലെ തന്നെ വന്ന റിവ്യൂസിനെ കുറച്ചും പറയായിരുന്നു അശ്വിൻ ഗോപിന്റെ. അത് അദ്ദേഹം പറഞ്ഞിട്ടുള്ള റിവ്യൂസ് വെച്ചിട്ട് ദിലീപേട്ടന്റെ എല്ലാ പടങ്ങളിലും ഭയങ്കര നെഗറ്റീവായിട്ടാണ് പറയുന്നത്. അത് ദിലീപേട്ടനെ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ സിനിമയുടെ ഇതാണ് ഇപ്പോഴും തോന്നിയിട്ടുള്ളത്. അല്ല, പറഞ്ഞല്ലോ നേരത്തെ, അഭിപ്രായങ്ങൾ പറയാം, അത് വ്യക്തിപരമായിരിക്കണം. അല്ലാതെ അത് ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാവരോടും പറയുന്നത്, നമ്മൾ ഒരു കാര്യം നമ്മൾക്ക് വേണം തോന്നുക, അല്ലെങ്കിൽ കാണണം തോന്നുക, കഴിക്കണം തോന്നുക, അത് ഫീൽ ചെയ്യണം തോന്നുക എന്നുള്ളത് നമ്മളുടെ സെൻസ് കളയരുത്. നമ്മൾ ഇത്രയും കാലം സിനിമകൾ കണ്ടും നമ്മൾ ഒരുപാട് ഹിറ്റുകൾ പല നമ്മളുടെ സീനിയർ ആക്ടേഴ്സിൻ്റെ ആണെങ്കിലും നമ്മുടെയൊക്കെ ആണെങ്കിലും ഹിറ്റുകൾ ശരിക്കും പറഞ്ഞാൽ സോഷ്യൽ മീഡിയ സജീവമാവുന്നതിന് മുമ്പേ നമ്മളെല്ലാവരും ഈ സിനിമകൾ കാണുന്നത്, നമ്മൾ ആ സിനിമ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് എല്ലാം ഈ റേറ്റിംഗ് നോക്കിയിട്ടോ റിവ്യൂസ് നോക്കിയിട്ടോ ആയിരുന്നില്ല. അന്ന് നമ്മൾക്ക് എന്ത് സെലക്ട് ചെയ്യണം എന്നുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്. ഇപ്പോൾ ആ കപ്പാസിറ്റി നമ്മൾ മനഃപൂർവ്വം ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള ലൈഫിൽ നമ്മളത് കട്ട് ഓഫ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അത് നമുക്ക് വളരെ കേടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് നമ്മുടെ ഒരു വ്യക്തിത്വം, നമ്മൾക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പറയാനുള്ള അറിയാനുള്ള ആ അവസ്ഥകൾ അല്ലെങ്കിൽ ആ അവസരം നമ്മൾ തന്നെ നമ്മൾക്ക് ഇല്ലാണ്ടാക്കുകയാണ്. അതുകൊണ്ട് എല്ലാം കേൾക്കാം, എല്ലാം കാണാം, പക്ഷെ എടുക്കുന്ന തീരുമാനം അത് നമ്മളുടേത് മാത്രമായിരിക്കണം. അതിൻ്റെ മാസ്റ്റർ നമ്മളായിരിക്കണം, നമ്മളുടെ ബോസ് നമ്മളായിരിക്കണം. അത് വേറൊരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് പലപ്പോഴും പല സിനിമകൾ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ റിവ്യൂ കണ്ടിരുന്നു, അതിലൊന്ന് മോശമായിട്ട് കണ്ടു, അതുകൊണ്ട് ഞങ്ങൾ ആ സിനിമ കണ്ടില്ല, ടി വിയിലും വന്ന് കണ്ടപ്പോൾ ഒയ്യോ ഈ സിനിമയുള്ളൂ നമുക്ക് നഷ്ടമായത് തിയേറ്ററിൽ. എന്തിനാ അങ്ങനെ പറയുന്നത്? നമ്മൾക്ക് സമയമുള്ളപ്പോൾ ഇന്ന് നമ്മൾക്ക് ഉള്ള ഏറ്റവും എൻ്റർടൈൻമെൻറ്റ് നമ്മുടെ കയ്യിലുള്ളത് സിനിമയാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫാസ്റ്റ് ലൈഫിൽ എല്ലാവർക്കും 2.5 മണിക്കൂർ എന്ന് പറഞ്ഞാൽ അത്രയും വിലയുള്ളതാണ്. ആ വിലയുള്ള സമയം നമ്മൾ കൊണ്ടുപോയി നമ്മളവിടെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ തിയേറ്ററിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ സെൻസ് ഉണ്ടാവണം, ഇത് നമുക്ക് കാണണം. അതാണ് അത്. വേറെ ആളെ ഞാൻ ആരെയും മോശമാവുന്നില്ല, കാരണം ഇന്ന് ഇത് ജോലിയുടെ ഭാഗമാണ്, അത് അവരുടെ ജോലിയാണ്. കാരണം അവർക്ക് അതിൽ നിന്ന് വരുമാനമുണ്ട്. അത് ചിലപ്പോൾ ഈ ഏറ്റവും കൂടുതൽ ഇന്നത്തെ ഒരു അവസ്ഥയിൽ ലോകത്തിൽ തന്നെ ഏറ്റവും നെഗറ്റീവ് പബ്ലിസിറ്റിയാണ് ടക്ക് എന്ന് പറഞ്ഞ് ക്യാച്ച് ചെയ്യാവുന്നത്. അപ്പം അതുകൊണ്ട് ആ രീതിക്ക് പോകുന്നു. പക്ഷെ നമ്മൾ ആസ്വാദകര് നമ്മൾ ചെയ്യേണ്ടത് നമ്മളുടെ ആ സെൻസ് നമ്മൾ കളയരുത്. റിവ്യൂസ് കാണാം, റിവ്യൂസ് കേൾക്കാം, റേറ്റിംഗ് കാണാം, എല്ലാം. പക്ഷെ ഏതൊരാളുടെ സിനിമ കാണുമ്പോൾ അതിൻ്റെ പിന്നിൽ, ആ സിനിമ ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ 12,000 കുടുംബങ്ങളാണ്. അതിൽ നിന്ന് നിങ്ങൾ കൊടുക്കുന്ന 100 രൂപ, നിങ്ങൾ എത്ര രൂപ വെറുതെ കളയുന്നുണ്ട്? അതിൽ നിന്നൊരു 100 രൂപ 150 രൂപ നിങ്ങൾ കൊടുക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരുപാട് കുടുംബങ്ങൾ ജീവിക്കുന്നുണ്ട്. അത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ അറിയാതെ നിങ്ങൾ ചെയ്യുന്ന ചാരിറ്റിയാണ് സത്യം പറഞ്ഞത്. അങ്ങനെ നിങ്ങൾക്ക് എടുക്കാം, അങ്ങനെയായിട്ട് കണ്ടുപിടി, അങ്ങനെ കാണാം. നമ്മൾ എങ്ങനെ ഒരു വിഷയത്തെ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. എല്ലാവരും പോസിറ്റീവായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, അതിൻ്റെ നന്മ എല്ലാവരിലും ഉണ്ടാവും. നമ്മൾ എങ്ങനെ നെഗറ്റിവിറ്റി കയറിക്കൊണ്ട് നടക്കുന്നു? അല്ല, ഒരാളെ മോശമായിട്ട് ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ ഒരു പ്രോഡക്റ്റ് കണ്ടിട്ട് ഡിസ്ലൈക്ക് അടിക്കുകയോ ഞാൻ ഒരാളെ കുറിച്ച് മോശമായിട്ട് ഒരു വേർഡ് എഴുതി കുറിച്ചിട്ടിട്ടോ ഇല്ല. എന്നിട്ട് എനിക്കൊരാളുടെ കാര്യങ്ങൾ ഇഷ്ടമല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ അയാളോട് വ്യക്തിപരമായി പറയും, ഇതെന്താ ഇങ്ങനെ, അങ്ങനെ ചെയ്യല്ലേ കേട്ടോ, അല്ല ഇത് മോശം കേട്ടോ, എനിക്കൊന്നൊരു കറക്റ്റ് ചെയ്തൂടെ. അത് ഞാൻ ഉടനെ പോയി അതിനോട് പറയേണ്ട കാര്യമില്ല. എനിക്ക് അറിയാവുന്ന വ്യക്തി തന്നെ പറയും, അല്ലേ ഉണ്ടായിരിക്കും. എന്റെ വ്യക്തിപരമായ അഭിപ്രായം. ഏറ്റവും പുറകിലാണ്. അല്ല കുഴപ്പമില്ല, ഹാപ്പി അല്ലേ ദിലീപേട്ട? ഹാപ്പി അല്ലേ? ഓ താങ്ക് യു. ഹാപ്പി അല്ലേ? എന്ന് ഇതുപോലെ ഹാപ്പി ആയിട്ട് ഞങ്ങളെ ചിരിപ്പിക്കുക, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ട്. താങ്ക് യു സോ മച്ച്. ഈ വാക്കാണ് എനിക്ക് വേണ്ടത്. എന്റെ ക്വസ്റ്റ്യൻ ധ്യാനോട്. അല്ല, ഞങ്ങൾ ഹാപ്പിയോട്ടെ. ധ്യാൻ ബ്രോനെ ഈ സിനിമയിലേക്ക് വിളിച്ചപ്പോ
സാധാരണ പോകാറുള്ളവർ ഇങ്ങനെ പോയതാണോ അതൊരു ഹിറ്റ് ഫിലിമിന്റെ ഭാഗമാൻ പോകുന്നവരാണ് പോയത്? നേരത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പോകുന്ന പോലെ പോയത് അല്ല. ബിൻഡോയും ഞങ്ങള് മലയാളി ഫ്രം ഇന്ത്യ സിനിമ ചെയ്തു. ബിൻഡോ ആയിരുന്നു അതിന്റെ ചീഫ് അസോസിയേറ്റ്, ഷാരിസ് ആയിരുന്നു അതിന്റെ എഴുത്തുകാരൻ. അപ്പൊ ആ സെറ്റിലാണ് വെച്ചിട്ടാണ് ബിൻഡോ ഈ സിനിമയെ കുറിച്ച് സംസാരിക്കുന്നത്. അപ്പോൾ ബിൻഡോയുടെ ലൈഫാണ് സിനിമ. അപ്പം ബിൻഡോ അപ്പൊ ഈ കഥ പറഞ്ഞപ്പോഴേ ഈ ക്യാരക്ടർ ഉണ്ട്. രണ്ടനിയന്മാരുടെ കൂട്ടത്തില് ഞാനും എനിക്കൊന്ന് ഫസ്റ്റ് കാസ്റ്റ് തന്നെ ജോസൂട്ടിനായിരിക്കും. ആ കാസ്റ്റ് ചെയ്തല്ല, അവനെ ഡിഫോൾട്ടാ കയറി അവിടെ ഉണ്ട്. അപ്പോ അതെ, ഞങ്ങൾ ആ സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ബിൻഡോവിനോടും ഷാരിസിനോടുള്ള സൗഹൃദമാണ് ഈ സിനിമ വരേണ്ടത്. ഇപ്പൊ ഒരു ഹിറ്റ് കിട്ടിയല്ലോ, മനസ്സിലെന്തെങ്കിലും മാറിയോ അതോ ഇനി എല്ലാ ആഴ്ചയും ഇനി സിനിമ ഉണ്ടാവും? ഒരെണ്ണം കൊണ്ടൊന്നും ചെയ്ത പാപങ്ങൾക്ക് തീർന്നില്ല. വലിയ രീതിക്ക് ഈ സിനിമയിൽ വർക്കായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോഴാണ് ഈ തമാശ രീതിക്ക് പറഞ്ഞതാണെങ്കിലും നിങ്ങൾ തമ്മിൽ തമാശകൾ പറഞ്ഞ് കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നത്. അതിപ്പോഴും നിങ്ങൾ വർക്ക് ചെയ്യുകയാണ്. ഒരു സിനിമ നിങ്ങളൊരു മൊബൈൽ വേണ്ടി വർക്ക് ചെയ്യുക. ആ ഒരു ഫോം തന്നെയാണ്. അതിപ്പോൾ ഞാനും ദിലീപും ഒന്നിച്ച് വർക്ക് ചെയ്യുമ്പോൾ മാത്രമല്ല, അല്ലെങ്കിൽ ദിലീപിൻ്റെ സഹതാരങ്ങളോടൊപ്പം അഭിനയിക്കുമ്പോൾ ഞാൻ എൻ്റെ കൂടെ മറ്റുള്ളവർ അഭിനയിക്കുമ്പോഴൊക്കെ നമുക്കൊരു സീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് മാക്സിമം നമ്മൾ ഇമ്പ്രൂവൈസ് ചെയ്യാൻ ശ്രമിക്കും. അത് ഹ്യൂമർ മാത്രമല്ല, അല്ലാതെ പല കാര്യങ്ങളും നമ്മളങ്ങനെ ചെയ്യാറുണ്ട്. അതിപ്പോൾ ഈ ഷാരിസിനോടും ബിൻഡോയോടും ചോദിച്ചാൽ അറിയാം, നമ്മൾ സീൻ കിട്ടിക്കഴിഞ്ഞാൽ അത് ഇങ്ങനെ ചെയ്യട്ടെ അങ്ങനെ ചെയ്യട്ടെ, നമ്മളിങ്ങനെ ചോദിച്ച് അത് എത്ര കിട്ടിയാലും ഇത് കുറേ കൂടെ നന്നാക്കാനുള്ള ശ്രമം അതിൻ്റെ ഭാഗമായിട്ട് ദിലീപ് ഞാനൊരു സ്ഥിരം ചെയ്യുന്നതാണ്. പിന്നെ ഈ ഷാരിസും ബിൻഡോ വന്നിട്ട് അത് വേണ്ട എന്ന് ഇവൻ എപ്പോൾ കേട്ടു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാറ്. ഇവരോട് രണ്ടുപേരോടും ചോദിച്ചോളൂ, നിങ്ങൾ എപ്പോഴാണ് വന്നിട്ട് നമ്മളോട് അത് വേണ്ടെന്ന് പറഞ്ഞിട്ടില്ല അവര്. അത് അങ്ങനെയല്ല, അത് നമ്മൾ എപ്പോഴും ചെയ്യുന്നതാണ്. ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് നമുക്ക് കിട്ടുന്ന ഒരു കഥാപാത്രമാണ്. അതിൻ്റെ ഒരു സ്കെലിറ്റൻ മാത്രമാണ് അവർ നമുക്ക് തരുന്നത്. അതിന് മജ്ജയും മാംസവും എല്ലാം വെച്ച് പിടിപ്പിച്ച് അതിന് സ്വഭാവം കൊണ്ടുവരേണ്ടതും അതിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യേണ്ടത് നമ്മളാണ്. ഇപ്പം എനിക്കൊരു കഥാപാത്രത്തെ കിട്ടിക്കഴിഞ്ഞാൽ ആ കഥാപാത്രം ഏറ്റവും നന്നാവണമെന്ന് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഞാനാണ്. അപ്പം അതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തിനും എത്രയോ ആളുകളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. എനിക്ക് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി. അപ്പം ഞാൻ ആ കിട്ടുന്നതിൽ തൃപ്തനാവാതെ അതിനെ കൂടുതൽ നന്നാക്കാനുള്ള ശ്രമം ഒരുപാട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ 40-40 കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഞാൻ മനസ്സിലായോ? ഞാൻ തന്നെയാണ് പറയുന്നത്. ഇതൊരു ശ്രമത്തിന്റെ ഭാഗമാണ്. അങ്ങനെയുള്ള അതിപ്പോ ദിലീപ് ഞാൻ ഒന്നിച്ച് അഭിനയിക്കുമ്പോൾ മാത്രമല്ല, ദിലീപ് മറ്റുള്ളവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ ഞാനും മറ്റുള്ളവരുടെ കൂടെ അഭിനയിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന നമ്മുടെ ഒരു ജോലിയുടെ ഭാഗമായി തന്നെയാണ് അതിനെ കാണുന്നത്. അതുകൊണ്ടാണ് ഈ ബാലൻ വക്കീലും ഇതൊക്കെ ഇങ്ങനെ വരാൻ കാരണം. ആദ്യം തന്നെ ഞാൻ ദിലീപിന്റെ വലിയൊരു ഫാനാണ്. ഞാൻ ഈ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് ഒരുപാട് വർഷമായിട്ട് കാത്തിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ മീഡിയ ഫീൽഡിൽ വരാൻ കാരണം എനിക്ക് ഇഷ്ടമുള്ള 2 നടന്മാരെ ഇന്റർവ്യൂ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തിലാണ്. അതൊന്ന് വിജയ് ആൻഡ് ദിലീപായിട്ട് അത് ഉണ്ടാവുന്നത് ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഒരു ക്വസ്റ്റ്യൻ, ടൈറ്റിൽ കാർഡ് കണ്ടായിരുന്നു എല്ലാവർക്കും. ഏതൊരു ദിലീപ് ഫാനിനും മനസ്സിൽ കൊള്ളുന്ന ഒരു ടൈറ്റിൽ കാർഡായിരുന്നു. അത് ദിലീപേന്റെ നന്ദി സൂചകമായിട്ടുള്ള വാചകങ്ങൾ. ഈ ഒരു നിമിഷം ഇപ്പോൾ മൂവി ഇറങ്ങി സക്സസ്ഫുൾ ആയിട്ട് റൺ ചെയ്യുവാണ്. ഈ ഒരു നിമിഷം ആരാധകരോട് അല്ലെങ്കിൽ പ്രേക്ഷകരോടായിട്ട് ദിലീപേണ്ട എന്താണ് പറയാനുള്ളത്? 30 വർഷമായി ശരിക്കും ഞാൻ സിനിമയിൽ അഭിനയം തുടങ്ങിയിട്ട്. 91-ലാണ് ഞാൻ ആദ്യമായിട്ട് സിനിമയിൽ വരുന്നത്, വിഷ്ണുലോകം. അതിനുശേഷം ആ സമയത്തൊക്കെ മിമിക്രി ഉണ്ടായിരുന്നു. അവിടെയും ശരിക്കും പറഞ്ഞ പ്രേക്ഷകരായിട്ടുള്ള ബന്ധത്തിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു. 95-ൽ അഭിനയം തുടങ്ങി. ഈ 30 വർഷത്തിനിടയ്ക്ക് എനിക്ക് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടൊരു വേഷം ചെയ്യാനുള്ള അവസരം പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നു. ഓരോ പ്രതിസന്ധി ഘട്ടത്തിലും എനിക്ക് ഒരു വിജയം വേണമെന്ന്, അവനത് ആവശ്യമാണ് എന്ന് പ്രേക്ഷകർക്ക് തോന്നുന്ന നിമിഷത്തിൽ എല്ലാം അവരോടി വന്നിട്ടുണ്ട്. ഈ സിനിമയെ ഞാൻ അങ്ങനെ തന്നെയാണ് കാണുന്നത്. എൻ്റെ ഒരു 100ാമത്തെ സിനിമ എന്ന് പറഞ്ഞൊരു സിനിമ വരുമ്പോൾ ആ സിനിമ ഒരു പരാജയമായിരുന്നു എന്ന് പറയുമ്പോൾ പിന്നെ 150 വലിയ പ്രസക്തിയൊന്നുമില്ല. അതങ്ങനെ നടക്കും. ഒരു കലാകാരനെ സംബന്ധിച്ച് വിജയം ഉണ്ടാവും, പരാജയമൊക്കെ ഉണ്ടാവും, അതൊക്കെ. പക്ഷെ ചില മൈൽ സ്റ്റോൺസ് എന്ന് പറഞ്ഞില്ല. ഒരു കലാകാരനെ സംബന്ധിച്ച് 100 സിനിമ ചെയ്യാൻ സാധിച്ചു, അല്ലെങ്കിൽ 150 സിനിമ ചെയ്യാൻ സാധിച്ചു. ഇപ്പം എന്നേക്കാൾ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത ഒരു മഹാ കലാകാരനാണ് ഈ ഇരിക്കുന്നത്.
എൻ്റെ എണ്ണം പോലും പിടിച്ചിട്ടുണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ. അമ്മാതിരി സിനിമകളുള്ള ഒരാളാണ്. അപ്പോൾ 100ാമത്തെ സിനിമ കഴിഞ്ഞ് 150ാമത്തെ സിനിമയിൽ എത്തി നിൽക്കുമ്പോൾ അതും യാദൃശികമായിട്ട് മനസ്സിലാഗ്രഹമുണ്ടെങ്കിലും ആ സമയത്ത് ഒരു കുടുംബ പ്രേക്ഷകർക്കുള്ള ഒരു കഥയുമായിട്ട് എത്തുക എന്ന് പറയുന്ന ഒരു ദൈവനിയോഗമാണ്. അത് എനിക്ക് ഏറ്റവും വലിയൊരു വിജയം ആവശ്യമുള്ളൊരു സമയത്തേക്ക് വേണ്ടി വെച്ച ഒരു സിനിമ പോലെ. അതിനാണ് ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി പല പേരുകൾ പറഞ്ഞു. അവസാനമാണ് അവർ പറഞ്ഞ ഇത് പ്രിൻസിന്റെ കഥയാണ്. ഈ സിനിമയ്ക്ക് പ്രിൻസ് ആൻഡ് ഫാമിലി അതാണ് കാരണം. ഇത് കുടുംബ പ്രേക്ഷകരുടെ സിനിമയാണ്. കുടുംബം എന്ന് പറയുമ്പോൾ കൊച്ചു കുട്ടികൾ മുതൽ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും അതുപോലെ ആ ഒരു മധ്യപ്രായത്തിലേക്ക് കയറുന്ന ആളുകൾ, പ്രായമായ ആളുകൾ ഒക്കെ ഉള്ള അതാണല്ലോ ഒരു കുടുംബം. എല്ലാവരെയും ചേർത്തിട്ടുള്ള ഒരു പാക്കേജാണ്. അല്ലാണ്ട് ഇത് യൂത്തിൻ്റെ സിനിമയാണ് അല്ലെങ്കിൽ ഇത് സ്ത്രീകൾക്ക് മാത്രമുള്ള അങ്ങനെയല്ല. ഇതൊരു പാക്കേജാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ യൂത്തിൻ്റെ സിനിമയല്ലേ? കാരണം ഇന്ന് എനിക്ക് തോന്നുന്നത് 20നും അല്ലെങ്കിൽ ഒരു 18 വയസ്സ് മുതൽ ഒരു 30 വയസ്സിനുള്ളിലുള്ള ചെറുപ്പക്കാരാണ് ഏറ്റവും കൂടുതൽ റീലിനും അതുപോലെ അവനവൻ്റെ ലൈഫിലെ ഓരോ പേഴ്സണൽ മൊമെന്റ്സും പബ്ലിക്കിനോട്, ഒരു സൊസൈറ്റിയോട്, ഒരു ലോകത്തിന് മുമ്പിൽ ഷെയർ ചെയ്യുന്നതിൽ ഏറ്റവും കൂടുതൽ വ്യഗ്രത കാണിക്കുന്നത് ചെറുപ്പക്കാർ തന്നെയാണ്. അത് ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും. അപ്പൊ അതിലെ ഒരു കഥാപാത്രത്തിന് അല്ലെങ്കിൽ സമൂഹത്തിൽ നമ്മൾ കാണുന്ന ഒരാളെയാണ് ഇതിലെ മെയിൻ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത്. ആ വേഷമാണ് റാണി ചെയ്തത്. റാണി ചെയ്ത ആ വേഷം ഇത്രയും പെട്ടെന്ന് അത് സ്വീകരിക്കപ്പെട്ടത് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് പേരെ നമ്മളത് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അത് നമുക്ക് അന്യമല്ല കഥാപാത്രം. ഈ സിനിമയിലെ മുഹൂർത്തങ്ങളും നിങ്ങൾക്ക് അന്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ 2 കൈ നീട്ടി സ്വീകരിച്ചത് പ്രേക്ഷകര്. ആ പ്രേക്ഷകരോട് തീരാത്ത നന്ദിയും കടപ്പാടും അറിയിക്കുന്നു, എന്റെയും എൻ്റെ കുടുംബത്തിന്റെയും. ദിലീപേട്ടന്റെ പ്രിൻസ് ആൻഡ് ഫാമിലിയിലാവട്ടെ, രാമലീലയിലാവട്ടെ, അതിലെ കഥാപാത്രങ്ങൾ പറയുന്ന ഓരോ ഡയലോഗുകളും ദിലീപ് എന്ന വ്യക്തി സമൂഹത്തോട് പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളുണ്ടെന്ന് ആ കഥാപാത്രത്തിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അത് യാദൃശ്ചികമായിട്ട് സംഭവിക്കുന്നതാണോ അതോ ദിലീപ് എന്ന വ്യക്തി അത് ബോധപൂർവ്വം ആ സമൂഹമായിട്ട് സംവദിക്കാൻ വേണ്ടി തന്നെ ഉള്ള ഡയലോഗുകളാണോ? അതിൽ ഓരോ കഥാപാത്രങ്ങളിലൂടെ വരുന്ന ഡയലോഗ് ഡെലിവറി ഒരിക്കലുമല്ല. രാമലീല എന്ന് പറഞ്ഞ സിനിമ ചെയ്ത് ഫുൾ ഷൂട്ടിംഗ് തീർന്ന് ഫുൾ ഡബിങ് തീർന്ന സിനിമ. അതിനുശേഷമാണ് നിങ്ങൾ കണ്ടത് എൻ്റെ ജീവിതത്തിലുണ്ടായ വിഷയം. പക്ഷെ സിനിമയും റീലിലും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ ഏതോ സംഭവിച്ച പോലെ അത് യാദൃശ്ചികമാണ്. അതിനെ കൂടുതൽ അറിയാനുള്ള ജിജ്ഞാസ പ്രേക്ഷകർക്കുണ്ടായത് ഇതിലേതാണ് റിയൽ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് അത് അങ്ങനെ സംഭവിക്കുന്നു. ഒരിക്കലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല. എൻ്റെ കഥാപാത്രം എന്തു പറയുന്നു അതാണ് നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുള്ളത്. കഥാപാത്രം സംസാരിച്ചിട്ടുള്ളത് അല്ലാണ്ട് മനഃപൂർവ്വം അത് എൻ്റെ ഈ റൈറ്റേഴ്സും സമ്മതിക്കില്ല. ഞാൻ ഇതും കൂടി കയറ്റിക്കോട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനെ പറയുന്ന സാധനങ്ങൾ മുളച്ചു നിൽക്കുന്നത് തന്നെയാണ്. അതിന് ഫീൽ ഉണ്ടാവില്ല. അത് വേറൊരാളെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇപ്പം ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും കാലം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 8 വർഷമായിട്ട് ഞാൻ പ്രസിന്റെ മുമ്പിൽ സംസാരിച്ചിട്ടില്ല സിനിമയെക്കുറിച്ചല്ലാത്ത ഒരു വിഷയം. കാരണം എനിക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ല. എനിക്ക് ഇന്നത് സംസാരിക്കാൻ പാടില്ല, ഇന്നത് പക്ഷെ ദൈവം എനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും. ആ ദിവസത്തിനെ നമുക്ക് കാത്തിരിക്കാം. അല്ല സിനിമയിലൂടെ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയില്ല. സിനിമയിലൂടെ പറയുന്നത് എൻ്റെ കഥാപാത്രം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ സിനിമയിലെ സിറ്റുവേഷൻ ആവശ്യപ്പെടുന്നത് എൻ്റെ കഥാപാത്രം സംസാരിക്കുന്നുള്ളൂ. മലയാള സിനിമയിലെ ലിസ്റ്റിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസറാണ്. അത് ഒരുപാട് ചിത്രങ്ങൾ മലയാളികൾക്ക് നൽകിയിട്ടുള്ള നല്ലൊരു പ്രൊഡ്യൂസറാണ്. പക്ഷെ പലപ്പോഴും താങ്കളെ ടാർഗറ്റ് ചെയ്യപ്പെടുന്നുള്ളത് തോന്നുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം സാദർ തോമസിന്റെ പോസ്റ്റ് കണ്ടായിരുന്നു. അപ്പം അതിനെപ്പറ്റി എന്താണ് പറയുക? കാരണം വെച്ചാൽ താങ്കൾ മലയാള സിനിമയെ വാഴ ശ്രമിക്കും, മറ്റുള്ള പ്രൊഡ്യൂസേഴ്സിനെ അവസരങ്ങൾ നഷ്ടപ്പെടും, ഇത് ഇൻവെസ്റ്റേഴ്സ് വരുന്നില്ല എന്നൊരു ഇതൊക്കെ വന്നായിരുന്നു. എന്താണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്? എനിക്കോ അല്ല, ഞാൻ ഓൾറെഡി അത് പറഞ്ഞായിരുന്നു. കാരണം ഞാൻ സിനിമയെ സ്നേഹിക്കുന്ന ആളാണ്, ഞാൻ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ബിസിനസ് ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കും. നമ്മളിപ്പോൾ ഒരു ബൈക്ക് ഇങ്ങനെ വണ്ടി റോഡിലൂടെ ഇങ്ങനെ ഓടിച്ചുകൊണ്ടിട്ട് പോയിക്കൊണ്ടിട്ട് ഇരിക്കുമ്പോൾ കാറ്റ് ഈ വശത്തേക്ക് വരും, നമ്മൾ മുഖത്തടിക്കും, ഇങ്ങനെ മുടികളെല്ലാം ഇങ്ങനെ ചെതറിപ്പോകും. നമ്മൾ
വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ മുടിയൊക്കെ ചീവി നല്ല പക്കയായിട്ടായിരിക്കും ഇറങ്ങിയിരിക്കുന്നത്. കാറ്റടിക്കുമ്പോൾ അതിങ്ങനെ പല വശത്തേക്ക് പോകും. പിന്നെ നമ്മൾ ആ ഡെസ്റ്റിനേഷനിൽ എത്തിക്കഴിയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒന്നുകൂടെ മുടി റെഡിയാക്കി വെക്കണമെന്നേ ഉള്ളൂ. ഇങ്ങോട്ട് പോകുമ്പോൾ പലതരം കാറ്റുകൾ വരും. നമ്മളത് ഫേസ് ചെയ്തുകൊണ്ടിട്ട് തന്നെ പോകണം. ഇവര് പ്രൂവ് ചെയ്യണം, മനസ്സിലായോ? നമ്മൾ ഓരോ സിനിമകളും റിസ്ക്കാണ്. ഇപ്പൊ ഈ സിനിമ ഇത്രയും കോടിക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു. ഈ സിനിമ ഇത്രയും റിസ്ക് എടുത്തിട്ട് ഈ സിനിമ നമ്മൾ ജനങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ പല ആൾക്കാർ പലതരത്തിലുള്ള കാര്യങ്ങൾ ഇവൻ പറയുന്നു. ഇതിനെല്ലാത്തിനും നമുക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റത്തില്ല. അവരവരുടെ ആ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിനോ അവരുടെ അപ്പോഴത്തെ ഒരു ഫീലിങ്സിനോ പല കാര്യങ്ങളും പറയുന്നുണ്ടാവും. നമുക്ക് അതിൻ്റെ അകത്ത് പ്രശ്നമില്ല. പക്ഷേ ഇങ്ങനെ പ്രശ്നമില്ല അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ലൈസൻസ് ഇല്ലാത്ത ഒരു ഇതിലേക്ക് പൊക്കോണ്ടിട്ടിരിക്കുകയാണ്. കാലം ഒരു മാറ്റം ഇതിന് കൊണ്ടുവരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാനും ഈ ഇൻഡസ്ട്രി നിന്നുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സിനിമേനെ മാത്രം സ്നേഹിക്കുന്ന ഒരാളാണ്. സിനിമ മാത്രമാണ് നമ്മുടെ സ്വപ്നം. നമ്മളിപ്പോൾ 4-5 സിനിമകൾ എടുത്തു വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഷൂട്ട് നടന്നുകൊണ്ടിട്ടിരിക്കുന്നുണ്ട്. ചിലപ്പോൾ 2 സിനിമ വിജയിക്കും, 3 സിനിമ പരാജയപ്പെടും. വീണ്ടും നമ്മളൊരു അവസാനം ഇതിന്റെ ബാലൻസ് ഷീറ്റ് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ എല്ലാ സിനിമയും വിജയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മജീഷ്യൻ അല്ലല്ലോ. മജീഷ്യന്മാരുടെ പോലും മജീഷ്യൻ പരിപാടികൾ എത്രയോ സ്ഥലത്ത് ഫ്ലോപ്പ് ആയിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇതിലൊന്നും വലിയ കഥയില്ലാത്തൊരു കാര്യമാണ്. നമ്മൾ പോയിക്കൊണ്ടിട്ടേ ഇരിക്കും, നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിട്ടേ ഇരിക്കും. കഥ നിൽക്കത്തില്ല എന്ന് എൻ്റെ പൈസയുണ്ടോ അല്ലെങ്കിൽ എനിക്ക് പൈസ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന കാലഘട്ടം വരെ ഞാൻ സിനിമ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിട്ടേ ഇരിക്കും. അതെന്റെ ലക്ഷ്യമാണ്. അതിപ്പോ പ്രൊഡ്യൂസർ ചോദിക്കുക, അസോസിയേഷൻ മെമ്പറായിട്ടൊന്നുമില്ല, പ്രൊഡ്യൂസർ എന്നല്ല ചോദിക്കുക. അപ്പം ഓരോ മാസം പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ഇത് കളക്ഷൻ റിപ്പോർട്ടുകൾ വിടുന്നുണ്ടല്ലോ, ശരിക്കും പേടിയുണ്ടോ? എനിക്കൊരു പേടിയില്ലല്ലോ. എന്റെ സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് വരുമല്ലോ, എല്ലാവരുടെയും സിനിമകളിലും വരുമല്ലോ. അതൊരു കൂട്ടായ തീരുമാനമാണ്. ഇപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നത് ശരിയാണെന്ന് വിശ്വസിക്കുന്നു. കാരണം നമ്മൾ കേരളത്തിൽ മാത്രം കണക്കുകളാണ് വെളിയിടുന്നത്. ഒരു പ്രൊഡ്യൂസറിന് പക്ഷെ ലാഭം ഉണ്ടാവുന്ന അല്ല. ഇങ്ങനെ ഒരു കണക്ക് പുറത്തു വിടുമ്പോൾ പുറത്തുനിന്ന് ഇൻവെസ്റ്റ് കുറെ പേര് ഇങ്ങനെ വാർത്തകൾ വന്നായിരുന്നു. പുറത്തുനിന്ന് സിനിമയിലേക്ക് ആഗ്രഹിച്ച് ഇൻവെസ്റ്റ് ചെയ്യാൻ വന്നവർ ഒരു ബാക്കൗട്ട് ചെയ്യുകയാണ് ചെയ്തത്. എനിക്ക് അങ്ങനെ ഒരു എന്താ പറയുക പ്രവണത മലയാള സിനിമ വളരുന്ന ആ ഒരു സ്റ്റേജിൽ തളർത്തുന്ന പോലെ അല്ലേ? അല്ല, ഞാൻ ആക്ച്വലി പ്രിൻസാൻ ഫാമിലിയുടെ പ്രസ് മീറ്റിലാണ് ഇത്. പക്ഷെ ഇത് പറയേണ്ട ഒരു കാര്യമില്ല. എന്നാലും ഞാൻ പറയുന്നത് അത് ഒരു കോമൺ ആയിട്ട് കമ്മിറ്റിയുടെ തീരുമാനമാണ്. ഇപ്പൊ ഞാൻ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ ട്രഷററാണ്. എനിക്ക് ചിലപ്പം ഈ അഭിപ്രായത്തോട് ചിലപ്പോൾ ഒരു വിയോജിപ്പുള്ള ഒരാളായിരിക്കാം. പക്ഷെ എന്റെ മാത്രം വ്യക്തിപരമായിട്ടൊരു തീരുമാനം അവിടെ എടുക്കാൻ പറ്റത്തില്ല. 21 പേരും സെലക്റ്റഡ് ആണ്. അപ്പൊ ആ 21 പേരിൽ നിന്നുള്ള കോമൺ ആയിട്ടുള്ള അല്ലെ, ഒരു അമ്മ അസോസിയേഷൻ ആയിട്ടാണെങ്കിലും അവർക്കൊരു കോമൺ ആയിട്ടൊരു തീരുമാനമുള്ളൂ. എവിടെ ഏത് അസോസിയേഷൻ ആണെങ്കിലും പാസ്സാക്കാനായിട്ട് പറ്റുള്ളൂ. ഒരു പക്ഷേ അത് ചിലപ്പോൾ കൂടുതൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഇനി വരും മാസം പോലെ അത് ചിലപ്പോൾ നിർത്തിയേക്കാം. എന്റെ വ്യക്തിപരമായ അഭിപ്രായം ഞാൻ ആ കമ്മിറ്റിയിൽ പറഞ്ഞിട്ടുണ്ട്. എനിക്കത് പബ്ലിക്കായിട്ട് പറഞ്ഞിട്ട് ലിസ്റ്റിന് ഇങ്ങനെയാണല്ലോ, ഇനി വേറൊരു അസോസിയേഷന്റെ ഒരു മീറ്റിംഗ് വരുമ്പോൾ നിങ്ങൾ തന്നെയാണ് വരാനുള്ളത്. അപ്പൊ പറയും നിങ്ങളുടെ ഇടയിലുള്ള ലിസ്റ്റിൻഷിപ്പിന് ഇങ്ങനെയാണല്ലോ പറഞ്ഞെന്ന് ചോദിച്ചിട്ട് എനിക്കിട്ട് പണി തന്നിട്ട് എന്ത് കാര്യം? നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ധ്യാനിട്ട് കൊടുക്കും. ബൈക്കിൽ പോകുമ്പോഴേ പെട്രോൾ അടിക്കണം കേട്ടോ. പോയിക്കൊണ്ട് മുടി ഇങ്ങനെ പോവല്ലേ ബൈക്കിൽ. താങ്ക് യു. നമ്മൾ അടുത്ത 2-3 ചോദ്യത്തില് മൈൻഡപ്പ് ചെയ്യുന്നതാണ്. പ്രതീക്ഷിക്കാത്ത ഒരു കഥാപാത്രമാണ് ഇതിൽ ചെയ്തിരിക്കുന്നത്. ഒരു ഡാൻസർ ആണെന്ന് പറയുമ്പോൾ കലാമണ്ഡലത്തിന്റെ ഒരു വലിയൊരു താങ്കളെ വേറൊരു കഥാപാത്രം ചെയ്യാമെന്ന് താങ്കൾ മാത്രം ഇഷ്ടമുണ്ട്. അതിനൊരു റെഫറൻസ് ഉണ്ടല്ലോ ഈ നമ്മുടെ പ്രോഗ്രേഷൻസിൽ കാണാൻ. അതെങ്ങനെയാണ്? ഓണസ്റ്റ്ലി ഈ പടത്തിന് എന്നോട് ഷാരിസ് ചേട്ടനാണെങ്കിലും യൂട്യൂബറാണെന്ന് പറയുമ്പോഴും എൻ്റെ അടുത്ത് റെഫറൻസ് ഒന്നും നോക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബിക്കോസ് നമ്മളൊരു പടം ചെയ്യുമ്പോൾ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരാളിനെ കാണിക്കുകയല്ലല്ലോ. ദിസ് ഇസ് എ ഡിഫറെൻറ്റ് ക്യാരക്ടർ. സോ എനിക്ക് പേഴ്സണലി ഇത് ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെതായ രീതിക്കാണ് ചെയ്തത്. ഞാനാണെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് യൂട്യൂബിൽ ഇല്ല. എനിക്ക് യൂട്യൂബ് ചാനൽ എങ്ങനെയാണ് തുടങ്ങാമെന്ന് പോലും മര്യാദയ്ക്ക് അറിയില്ല. സിംപ്ലി ആൻഡ് ജസ്റ്റ് പുട്ടിങ് ദ വീഡിയോസ്, അത്രേ അറിയുള്ളൂ. അപ്പോൾ പേഴ്സണലി ഇപ്പോൾ ഡാൻസ് റിലേറ്റഡ് ആയിട്ട് ഇതിനെ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ രണ്ടും സിനിമ കഥാപാത്രം അവതരിപ്പിക്കുന്നതും നൃത്തത്തിൽ കഥാപാത്രം അവതരിപ്പിക്കുന്നതിനും നല്ല ഡിഫറൻസ് ഉണ്ട്. പക്ഷേ ഓൾ അബൌട്ട് ലൈക്ക് നമ്മൾ എങ്ങനെ ആ എനർജി ക്യാരി ചെയ്യണം. എനിക്ക് പേഴ്സണലി അങ്ങനെ വലിയ ഡിഫിക്കൽട്ടായിട്ട് തോന്നി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ ഒരു പവറും എനർജി ആ ക്യാരക്ടർ കാണുമ്പോൾ മനസ്സിലാകും. അപ്പോൾ എനിക്ക് ഏതൊക്കെയോ പോയിന്റിൽ തോന്നിയിട്ടുണ്ട്
ഡാൻസ് ഉള്ളത് കൊണ്ട് ആണ് എനിക്കിത് എത്രയെങ്കിലും ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് നമ്മുടെ ഒരു ഫിസിക്കൽ ഫോം വെച്ചിട്ട് ആ ഒരു കഥാപാത്രത്തിന്റെ എനർജി ഹോൾഡ് ചെയ്തിട്ട് ഇത് മറ്റുള്ളവർക്ക് ഇതാണ് ഞാൻ ചെയ്യുന്നത് എന്ന് മറ്റുള്ളവരെ ഫലിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് ഈസി. സോ എനിക്ക് പേഴ്സണലി ഇതിനൊരു റെഫറൻസ് ഇല്ലാണ്ട് ഞാൻ എൻ്റെതായ രീതിക്ക് എങ്ങനെയാണോ എനിക്ക് റൈറ്ററും ഡയറക്ടറും എങ്ങനെയാണോ എൻ്റെ അടുത്ത് ഇങ്ങനെയാണ് ഈ കഥാപാത്രം വേണ്ടത്, എത്ര മീറ്ററിലാണ് ഇതിൻ്റെ എനർജി ക്യാരി ചെയ്യേണ്ടതെന്ന് പറഞ്ഞോ അത് ഞാൻ ഡെലിവർ ചെയ്തു. ആൻഡ് ദേ ആർ ആക്ച്വലി എവറി സെക്കൻഡ് ഓഫ് എനിക്ക് 99% ഓഫ് എവറി ഷോട്ട് വാസ് കംപ്ലീറ്റഡ് ഇൻ 1 to 2 ഷോട്ട്സിൽ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. സോ ദേ ആർ ആക്ച്വലി ഹാപ്പി അത് പെർഫോമൻസ് ചെയ്യുമ്പോൾ തന്നെ. ആൻഡ് ഐ എം ട്രൂലി ഹാപ്പി. ഇത് എനിക്ക് ഏറ്റവും പൂർണ്ണമായിട്ടും സെറ്റിൽ തന്നെ തൃപ്തി കിട്ടിയെങ്കിലും ഇത് ഓഡിയൻസ് സൈഡിലേക്ക് വന്നപ്പോൾ ഓഡിയൻസ് സൈഡിൽ നിന്നുള്ള റിസപ്ഷൻ കണ്ടപ്പോൾ ഐ ഫീൽ മോർ ഗുഡ് ബിക്കോസ് എല്ലാവർക്കും അത് ഇഷ്ടമെന്ന് പറഞ്ഞു. എനിക്ക് അപ്പോൾ ഒരു കാര്യം കൂടെ പറയാനാണ്. ഇന്നലെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടായിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയത് എന്താണെന്ന് പറഞ്ഞാൽ ഇത്രയും സോഷ്യൽ റെലവെൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക് ജനങ്ങളിലേക്ക് ഇടുമ്പോൾ ഇതെങ്ങനെ റെസ്പോണ്ട് ചെയ്യുന്ന അറിയില്ലല്ലോ. പക്ഷേ ഇതിനൊരു പോസിറ്റീവ്, അതായത് ഇത്രയും ഡെട്രിമെൻ്റലി ഒരു മൊത്തത്തിലൊരു സൊസൈറ്റിയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും നെഗറ്റീവ്ലി എഫക്ട് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ജനങ്ങൾ ഇത് ഇത്രയും ഏറ്റെടുത്തത്. സോ ഇറ്റ് ഈസ് എ കോമൺലി ജനങ്ങളുടെ അഭിപ്രായമാണ്. ദേ ആർ ആക്ച്വലി ലൈക്കിംഗ് ദിസ് ബിക്കോസ് ദിസ് ടോപ്പിക് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഡിസ്കഷൻ ചെയ്യേണ്ട ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക്ക് നമ്മൾ പടമായിട്ട് ചെയ്ത് പുറത്ത് വന്നിട്ട് ഒരു ബ്ലോഗർ ഒരു വീഡിയോ ഇട്ടിരിക്കുന്നത് ഞാൻ ഇനി ഒരിക്കലും ഈ പടം കണ്ട ശേഷം എനിക്ക് ഫീൽ ചെയ്യാണ് ഞാൻ ഇനി ഒരിക്കലും അലീസ് വ്ലോഗ് എന്ന് പറഞ്ഞൊരു റീൽ ചെയ്തിരിക്കുകയാണ്. ഒരിക്കലും ഞാൻ നെഗറ്റീവായിട്ട് ഞാൻ ഒരിക്കലും റിവ്യൂ ചെയ്യില്ല. ബിക്കോസ് എൻ്റെ തോട്ട് പ്രോസസ് അതിൽ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് ഇനി വീഡിയോ ചെയ്യുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഈ സിനിമൻ്റെ വിജയം തന്നെയാണ്. സോ ഐ എം ട്രൂലി ഗ്രേറ്റ്ഫുൾ. അത് ഇതിൻ്റെ പാർട്ട് ഓഫ് ഇതിൻ്റെ ഒരു സോഷ്യൽ മീഡിയ ഇമ്പാക്ട് ജനങ്ങളിലേക്ക് എങ്ങനെ എത്തിക്കാൻ പറ്റും എന്ന് കാണിക്കാൻ എൻ്റെ ഈ ഒരു ഫിസിക്കൽ ഫോമും എനർജിയും വെച്ച് ആൾക്കാരിലേക്ക് എത്തിപ്പെട്ടു എന്ന് വിചാരിച്ചാൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. താങ്ക് യു. ലാസ്റ്റ് 2 questions ആണ്. ചേട്ടാ, അതായത് ഇപ്പം അടുത്ത സിനിമ ഇറങ്ങാൻ പോകണത് ചേട്ടൻ്റെ സിനിമ ഇറങ്ങാൻ പോകണം. അതിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് തന്നെ ഞാൻ 2.0 എന്നാണ്. അപ്പൊ ഇനിയും തൊട്ട് ധ്യാന്റെ ഹിറ്റ് പടങ്ങൾ മാത്രം പ്രതീക്ഷ മതി ഞങ്ങൾക്ക്. എല്ലാം പ്രതീക്ഷിച്ചു. അത് ഓ ഓ അല്ല, അതിന്റെ പ്രസ് മീറ്റ് ഉണ്ട് അടുത്ത ഇത് വരുന്ന 2 ദിവസം 23 റിലീസാണ്. അപ്പൊ പറയാം ഇത് നിർത്താം. ജോൺ ചേട്ടനോട് തിരക്കൊണ്ട് പോകാൻ. അതുപോലെ തന്നെ ധ്യാന്റെ ഡയറക്ഷനിൽ ദിലീപേട്ടൻ സൂപ്പർ ഹീറോ ആയിട്ട് ഒരു ചിത്രം വരുന്നുണ്ടെന്ന് കേട്ടായിരുന്നു, ശരിയാണോ? ആ ശരി ശരി. നമുക്ക് പതുക്കെ വായിച്ച് ഇല്ലില്ല. ഇല്ല, അങ്ങനെയുള്ള സിനിമകൾ ഞാൻ അങ്ങനെയുള്ളൊരു സിനിമ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട്. വേറെ ഒരു ഇപ്പം ലാസ്റ്റ് ഞാൻ ചെയ്തതിൽ 67 വയസ്സുള്ള കേശുവിനെയാണ് വേറെ ആളായിട്ട് ചെയ്തത്, പെർഫോം ചെയ്തത്. ഇനി അതിന് ശേഷമുള്ള കാര്യങ്ങളുള്ള സിനിമകൾ വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പുതിയ തലമുറയുടെ തന്നെ ഒരു സംവിധായകനായിരിക്കും. അപ്പോൾ അത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാനാണ് ഏതൊരു ആക്ടർക്കും നല്ലത്. നമ്മൾ നോർമലായിട്ട് അഭിനയിക്കുന്നതിനേക്കാൾ നല്ലത് പുതിയ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കും അറിയില്ല അവരുടെ സ്വഭാവം, അവരുടെ രീതികൾ, അവരുടെ സെൻറ്റിമെൻറ്റ്സ് എങ്ങനെയായിരിക്കും, അവരുടെ തമാശകൾ എങ്ങനെ. അത് നമ്മളൊരു കഥാപാത്രമായി മാറിക്കഴിയുമ്പോഴാണ് നമുക്ക് 1-2 ദിവസം കഴിയുമ്പോഴാണ് നമുക്ക് തന്നെ അത് കിട്ടുന്നത്. അപ്പോൾ അത് ദിവസവും പെർഫോം ചെയ്യാൻ നമുക്ക് വേറൊരു എനർജിയാണ്. അയാളെക്കുറിച്ച് ഇപ്പോൾ പൂർണ്ണമായിട്ട് നമ്മൾ അയാളെ സ്ക്രീനിൽ കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു എനർജി ഉണ്ടല്ലോ. അത് പ്രത്യേകിച്ച് ആ സിനിമകളൊക്കെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അത് ഏറ്റെടുത്തതിലാണ് ഏറ്റവും വലിയ സന്തോഷം. അപ്പോൾ ഞാനും പലപ്പോഴും ചിന്തിക്കേണ്ടത് ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യുമ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ചെയ്തപ്പോഴാണ് എനിക്ക് കണ്ടിന്യൂസ് 10-13 ഹിറ്റുകൾ എനിക്ക് കൂടുതൽ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ ഇപ്പോൾ അങ്ങനെയുള്ള കഥകൾ കേട്ടുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ആ രൂപത്തിൽ വരും. ഇപ്പൊ നമുക്ക് വൈൻഡ്
അതേതേ ഈ 3 വാക്ക്? ഒരുപാട് വാക്കുണ്ടല്ലോ ഇതില്. 3 വാചകങ്ങളിലൂടെ അല്ല, അതുപോലെ പണ്ട് 2-3 വാചകത്തിൽ നിന്ന് ഉണ്ടായതാണ് പറഞ്ഞറിയാം. ഒരാളുടെ അപ്പനെ ബസ് ഇടിക്കുന്നു, ആ ബസ് കമ്പനിയായിട്ട് വലിയ കേസാവുന്നു, അവസാനം മുതലാളി കോംപ്രമൈസ് ബസ് കൊടുക്കുന്നു, ആ ബസ് വാങ്ങിയ ഈ അപ്പനും മരിച്ചുപോയി, മകന് ആ ജീവിതം മൊത്തം പ്രശ്നമാവുന്നു എന്നുള്ളതാണ് പറക്കം തളികയുടെ വാചകങ്ങൾ. അപ്പം അങ്ങനെ അതുപോലെ മീശോന്ന് തുടങ്ങുന്ന സമയത്ത് ഒറ്റ വാചകമേ ഉള്ളൂ, കള്ളൻ പോലീസിനെ പിടിച്ച്. അതിൽ നിന്നാണ് മീശമാധവൻ ഉണ്ടാവുന്നത് എന്ന് പറയുന്ന പോലെ അതുപോലുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. താങ്ക് യു. പത്രസമ്മേളനം തീരാറായി. എനിക്കൊരു പോകേണ്ട കാര്യമുണ്ട്. കാരണം വീട്ടിൽ അവിടെ ചെല്ലുമ്പോൾ വൈഫ് ചോദിക്കും, ചോദ്യം വല്ലതും കിട്ടിയോ? പോകേണ്ട നിങ്ങൾ ചോദിക്കാതൊന്നുമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ മോള് പറഞ്ഞു. അല്ല, ഇപ്പോൾ മലയാള സിനിമയിൽ ഇവിടെ തന്നെ മലയാള സിനിമയിലെ ഇപ്പോൾ അച്ഛൻ കഥാപാത്രങ്ങൾ ഇപ്പോൾ വന്ന ഓഡിയോ ലോഞ്ചിൽ പറയുന്നത്, ഇപ്പോൾ അച്ഛൻ കഥാപാത്രങ്ങൾ ചെയ്ത് ഇപ്പോൾ ഞാനും സിദ്ദിഖ് ഇപ്പം നിങ്ങളുടെ ഒരു മത്സരം പോലെയാണ്. ഇപ്പോൾ ഒരു വൈബ് തന്ത എന്ന ലെവലിലോട്ട് ഇപ്പോൾ സെന്റിമെന്റ് ഇമോഷണലൊക്കെ മാറിയിട്ട് നല്ല വൈബായിട്ടുള്ള അച്ഛന്മാരുണ്ടെങ്കിൽ നിങ്ങൾ രണ്ടുപേരുമാണ് മലയാള സിനിമയിൽ മലയാളികൾക്ക് ഇപ്പോൾ ഓർമ്മ വരുന്നത്. ശരിക്കും മത്സരം പോലെയാണ് നിങ്ങൾ തമ്മിൽ. ഞാനോ ആരുമായിട്ട് പുള്ളി സച്ചിൻ ടെണ്ടുൽക്കർ, ഞാൻ ലീഗ് കളിക്കുന്ന ഒരു ചെറിയ അമ്മയാണ്. അപ്പോൾ എന്റെ വഴിക്ക് വിടും ഞാൻ. പിന്നെ ഈ സിനിമ ഞാൻ പറയാം, ഇവിടെ പത്രസമ്മേളനം എനിക്ക് തോന്നുന്നു ചോദ്യങ്ങളെക്കാൾ കൂടുതൽ ഉത്തരത്തിന് ലെങ്ത് കൂടിയതായിട്ട് എനിക്ക് തോന്നി. ഉത്തരം കുറച്ചുകൂടെ ഷോർട്ട് ആയിട്ട് കുറെ കൂടെ ചോദ്യങ്ങൾ നമുക്ക് പറയാനും തോന്നി. കാരണം പക്ഷെ എല്ലാവർക്കും പറയാൻ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് ഈ സിനിമ പിന്നെ ഞങ്ങളുടെയൊക്കെ കാര്യമാണോ? അതല്ല ഞാൻ പറഞ്ഞത്, ഇത് സന്തോഷം കൊണ്ടിരിക്കുന്ന ഒരു പ്രസ് മീറ്റാണ്. നമ്മൾ സാധാരണ പടത്തിന് മുമ്പ് പ്രസ് മീറ്റ് വെക്കും. അപ്പോൾ ഇല്ലാട്ട് ഇത് ഭയങ്കര നന്ദിയുണ്ട് നിങ്ങളോട് എല്ലാവരും. കാരണം ഈ സിനിമ വിജയിച്ചിട്ട് അഭിമാനപൂർവ്വം ഇവിടെ ഇരിക്കുന്നു, ദൈവം ഒരു സിനിമ ഓടിയത് എന്നുള്ള സന്തോഷം. പ്രത്യേകിച്ച് ധ്യാനമായിട്ടൊരു വേദി പങ്കിടാനും അദ്ദേഹത്തിന് ഹിറ്റ് കൊടുക്കാനും സാധിച്ചല്ലോ എന്നുള്ളത് അങ്ങനെ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇപ്പൊ ഈ ഉത്തരം കഴിഞ്ഞ് പോവുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്. അപ്പോൾ നമുക്ക് പതുക്കെ വൈൻഡ് അപ്പ് ചെയ്യാം. നമുക്ക് എന്റെ കഥ അത് റിജക്ട് ചെയ്ത് പോയി. താങ്ക് യു. അപ്പൊ നമ്മള് വൈൻഡ് അപ്പ് ചെയ്യാണ്. പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് മീറ്റ് സക്സസ് ആക്കി എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി. അപ്പൊ പ്രിൻസ് ആൻഡ് ഫാമിലി കാണാത്ത പ്രേക്ഷകർ എല്ലാവരും ചിത്രം കാണുക. ഇപ്പോ ദിലീപ് ഏട്ടന്റെ 150ാമത്തെ ചിത്രം. അതല്ല ഞാൻ എന്തോ ഇവിടെ സാറ് പറയാൻ നിൽക്കുമായിരുന്നു. എനിക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ഞാൻ ഇത്രയും സിനിമ നിർമ്മിച്ച ഒരാളാണ്. അല്ല, വീണ്ടും ഒന്നുകൂടെ പറയാണ്, ഞാൻ അതായത് 150 രൂപ അല്ലെ 200 രൂപ എടുത്ത് ടിക്കറ്റ് കാണുന്ന ഒരാൾക്ക് ഏത് സിനിമയെയും വിമർശിക്കാം. അതിൻ്റെ അകത്ത് ഒരു പ്രശ്നമില്ല. ഈ ഒരു സിനിമ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. ഒരാൾക്കിട്ട് മാത്രം അല്ലെ 2 പേർക്കിട്ടോ 3 പേർക്കിട്ടോ ടാർഗറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഒരുപാട് പേരെയാണ് വിഷമത്തിലാക്കുന്നത്. ഒരുപാട് എല്ലാ സിനിമകളും എഫേർട്ടുകളും ഉണ്ട്. പക്ഷെ നമ്മളെ ഒരു 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 മാസീവ് അറ്റാക്ക് എന്ന് പറയത്തില്ലേ, അങ്ങനെ ചെയ്തുകൊണ്ടിട്ടിരിക്കുക. അപ്പൊ എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ സപ്പോർട്ടാണ്. നമ്മളെന്താണ് 5 പേര് എറിഞ്ഞോട്ടെ, 10 പേര് അല്ലെ 100 പേര് ഇപ്പറേ ഉണ്ട് എന്നാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, 100 രൂപയ്ക്ക് അല്ലെ 200 രൂപയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടൊരു ആള് നമ്മുടെ സിനിമയുടെ ടോട്ടൽ കഥ പറയുകയാണ്, കഥാപാത്രങ്ങളെ എണ്ണി പറയുകയാണ്, നശിപ്പിക്കുകയാണ്. നിങ്ങൾ ഞാൻ ഒന്നും പറയുന്നില്ല, പേരെടുത്ത് ഒന്നും പറയുന്നില്ല. പക്ഷെ എന്താന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ചു നോക്കി, അത് നശിപ്പിക്കുകയാണ്. അതിന്റെ ഇൻകം കിട്ടുന്നത് ആർക്കാണ്? അല്ലെങ്കിൽ ഞങ്ങളുടെ കഥാപാത്രങ്ങൾ അതിന്റെ പേരെടുത്ത് എല്ലാം പറയുമ്പോൾ ഞങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്യാൻ എത്ര നേരമാണ് ആക്ച്വലി. നമുക്ക് അതിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉണ്ട്, പക്ഷെ നമ്മളത് ചെയ്യുന്നില്ല. പക്ഷെ ഇതിന്റെ റീച്ച് പോയി ആദ്യം 50,000, 1 ലക്ഷമായി, 2 ലക്ഷമായി, 5 ലക്ഷമായി. 5 ലക്ഷം പേര് കാണുന്ന അല്ല 8 ലക്ഷം പേര് കാണുന്ന ഒരു വീഡിയോനെ ചിലപ്പോൾ ഒരു 10,000 പേരെ സ്വാധീനിക്കാൻ പറ്റും, 20,000 പേരെ ചിലപ്പോൾ സ്വാധീനിക്കാനായിട്ട് പറ്റും. പക്ഷെ നമ്മളത് റിമൂവ് ചെയ്യുമ്പോഴോ വേറെ കാര്യങ്ങളിലേക്ക് പോകുമ്പോഴോ അതും വീണ്ടും ഒരു ടോക്കായിട്ട് വരും എന്നുള്ളത് കൊണ്ടിട്ടാണ് നമ്മളത് ചെയ്യാത്തത്. ഒരു സിനിമയുടെ ഒരു കാര്യവും ഇഷ്ടപ്പെടാത്ത നിങ്ങൾ നോക്ക്, നിങ്ങൾക്കറിയാം, നിങ്ങളിലുള്ളവർ തന്നെ വേറെ രീതിയിൽ ഉള്ള ആൾക്കാരാണ്. പക്ഷെ ഒരു കാര്യവും ഇഷ്ടപ്പെടാത്ത, ഒരു പോയിന്റ് പോലും ഇഷ്ടപ്പെടാത്ത ആളുകൾക്ക് അറിയാം എന്തോ ചിരിച്ചുകൊണ്ടിട്ടിരിക്കുക. അപ്പൊ അവരെല്ലാം പട്ടന്മാർ, അവരെല്ലാം കൊള്ളത്തില്ലാത്തവർ, അല്ല അവർക്ക് മാത്രം ഇഷ്ടപ്പെടുന്നത്. അത് മാത്രമാണ് ഇത്രയും സിനിമ നിർമ്മിച്ചിട്ട് നമ്മളെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം.
അഭിപ്രായങ്ങൾ പറയാം, 100% വിമർശിക്കാം, നോ ഇഷ്യൂസ്, നോ പ്രോബ്ലം. പക്ഷെ നമ്മളൊക്കെ അത്ര റിസ്ക് എടുത്തിട്ടാണ് ഈ സിനിമകൾ നിർമ്മിക്കുന്നത്, ഈ പ്രൊഡ്യൂസേഴ്സ് അല്ല. അപ്പൊ നമുക്കൊരു നല്ലൊരു കാര്യം വരുമ്പോൾ ഞങ്ങളും അതിന്റെ ഒരു എൻജോയ്മെന്റിൽ കൂടെ കടന്നു പോക്കോട്ടെ. അതിനെ ഞങ്ങള് തകർക്കരുത്, ചെറിയ കുറച്ച് ആൾക്കാർ ചേർന്ന് തകർക്കരുത്. അത് മാത്രമേ ഉള്ളൂ നമ്മുടെ ഒരു അപേക്ഷയാണ്. സിനിമ നിർമ്മിക്കുന്ന അല്ലെങ്കിൽ ഒരു ഡയറക്ടർ, ഒരു പുതിയൊരു ഡയറക്ടർ ഒരു അഭിലാഷമാണ് ഒരു സിനിമ, ഒരു മ്യൂസിക് ഡയറക്ടർ, ഒരു റൈറ്റർ, എത്രയോ കഥാപാത്രങ്ങൾ, എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട് ഈ സിനിമയിൽ വർക്ക് ചെയ്തവര് എല്ലാം. അപ്പൊ നമ്മുടെ സിനിമ കണ്ടിട്ട് അതിനെ വിമർശിച്ചിട്ട് അതിന്റെ റവന്യൂ ആർക്കാണ് കിട്ടുന്നത്? നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നിങ്ങൾക്കൊക്കെ ഈ ചെറിയ യൂട്യൂബ് നടത്തുന്നവരുണ്ടല്ലോ, അതിനൊരു ഇൻകം ഉണ്ട് അല്ലെ? ആ ഇൻകം ആർക്കാ കിട്ടുന്നത്? അതേ ഉള്ളൂ നമ്മുടെ പ്രശ്നമുള്ളൂ. നമ്മുടെ സിനിമയെ വിമർശിച്ചുകൊണ്ട് അത് പറയുമ്പോൾ അടച്ചാക്ഷേപിക്കുക, അതൊരു തെറ്റായ കാര്യമായിട്ട് മാത്രമേ ഉള്ളൂ തോന്നിയിട്ടുള്ളൂ. താങ്ക് യു. താങ്ക് യു. ഒരിക്കൽ കൂടി ഇവിടെ എത്തിച്ചേർന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും മാജിക് ഫ്രെയിംസിന്റെയും പ്രിൻസ് ആൻഡ് ഫാമിലി ടീമിന്റെയും പേരിൽ നന്ദി വരുന്നു. ദിലീപേട്ടന്റെ വാക്കുകളിലൂടെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇല്ല, ഞാൻ പറയുന്നത് നമ്മളെല്ലാവരും ക്യാമറയുടെ പിന്നിലും മുന്നിലും നിന്ന് വർക്ക് ചെയ്യുന്നവരാണ്. ശരിക്കും പറഞ്ഞാൽ സിനിമയായാലും മീഡിയയുടെ വേറെ വേർഷനാണ് സിനിമ. എല്ലാം സ്ക്രീനിൽ തന്നെയാണ് തെളിഞ്ഞു വരുന്നത്. നിങ്ങൾ ചെയ്യുന്ന ജോലിയും നമ്മൾ ചെയ്യുന്ന ജോലിയും. ശരിക്കും പറഞ്ഞാൽ നമ്മളെല്ലാം ഒരമ്മയുടെ മക്കളാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കലയിക്കാതെ ഒരു ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഗുണമുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ഈ മീഡിയ. അത് സിനിമ, അത് TV ഉണ്ട്, അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ഇപ്പം സോഷ്യൽ മീഡിയ അത്രയും സജീവമാണ്. അവിടെ എല്ലാവരും പണ്ട് സിനിമയിലാണ് അല്ലെങ്കിൽ നാടകത്തിലാണ് നമ്മൾ കലാകാരികളെയൊക്കെ നേരിട്ട് കാണുന്നത്. ഇന്ന് നിങ്ങളെല്ലാവരും കലാകാരന്മാരാണ്, കലാകാരികളാണ്, നിങ്ങൾ ടെക്നീഷ്യൻസാണ്. നിങ്ങൾക്ക് എഡിറ്റിംഗ് അറിയാം, നിങ്ങൾക്ക് സംവിധാനം അറിയാം, നിങ്ങൾക്ക് ക്യാമറ വർക്ക് ചെയ്യാൻ അറിയാം, നിങ്ങൾ തന്നെ റീലുകൾ ചെയ്യുന്നുണ്ട്. നമ്മൾ പല റീലുകൾ കാണുമ്പോഴും നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലുള്ള പെർഫോമൻസ് ആണ് പല ആളുകളും ചെയ്യുന്നത്. വീട്ടമ്മമാർ ചെയ്യുന്നുണ്ട്, വെറുതെ റോട്ടിൽ നടക്കുന്ന ആൾക്കാർ വരെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും ടാലൻറ്റഡ് ആണ്. പക്ഷേ ഒരു ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ഉണ്ട്, മര്യാദ, ബഹുമാനം. അത് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കാണിക്കുക എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് ശത്രുക്കളല്ല. നമ്മളെല്ലാവരും കൂടി ഒരുമിച്ച് നിന്ന് ജനങ്ങളിലേക്ക് നന്മ പകരുക എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സിനിമ വലിയ വിജയത്തിലേക്ക് മുന്നിലേക്ക് പോകുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും സപ്പോർട്ടും നമുക്ക് എല്ലാവർക്കും ആവശ്യമാണ്. അത് കിട്ടുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കണം. തരൂലോ അല്ലേ? ഇതോടുകൂടി നമ്മള് പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് മീറ്റ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്ദി. പ്രിൻസ് ആൻഡ് ഫാമിലി കൂടുതൽ പ്രേക്ഷകരിലേക്ക് എത്തട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം.